എറണാകുളത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് തന്നെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. 2 ദിവസത്തിലധികമായി പെയ്യുന്ന കനത്ത മഴയിൽ മൂവാറ്റുപുഴ, കോതമംഗലം മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഉമേഷ് ഉണ്ട് നമ്മളോടൊപ്പം. നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എറണാകുളം ജില്ലയിൽ. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഉമേഷ്, ജില്ലയിൽ പൊതുവെ ഇന്ന് മഴയുടെ സാധ്യത അല്ലെങ്കിൽ മഴ ഇപ്പോൾ എങ്ങനെയാണ്? രാത്രിയിൽ മഴയുണ്ടായിരുന്നോ? ഓറഞ്ച് അലർട്ടാണല്ലോ. അന്തരീക്ഷമൊക്കെ മൂടിക്കെട്ടിയ നിലയിലാണോ? എന്താണ് അവസ്ഥ? മനു, ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് ഇന്ന് രാവിലെ അല്പം മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ പൂർണ്ണമായി വിട്ടു എന്ന് പറയാനാകില്ല. പുലർച്ചെയൊക്കെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ സാഹചര്യത്തെ അപേക്ഷിച്ച്, അതായത് മിനിഞ്ഞാന്ന് രാത്രിയെല്ലാം അതിശക്തമായ മഴയാണ് ജില്ലയിൽ പെയ്തത്. ഇന്നലെ പകൽ അല്പനേരം മഴ വിട്ടു നിന്നു, രാത്രി വീണ്ടും പെയ്തു. അങ്ങനെ ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ മഴ അല്പം മാറി നിൽക്കുകയാണെന്ന് പറയാം. പക്ഷേ അന്തരീക്ഷം തെളിഞ്ഞിട്ടില്ല. ഏത് സമയവും മഴ പെയ്യാവുന്ന സാഹചര്യം തന്നെയാണ് ജില്ലയിലുള്ളത്. ഓറഞ്ച് അലർട്ടാണ്. അതുകൊണ്ട് തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ട് ആയതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ, അതായത് വെള്ളിയാഴ്ചയും തിങ്കൾ, ചൊവ്വ ഈ ദിവസങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തുടർച്ചയായി 2 ദിവസത്തിലകം കനത്ത മഴ പെയ്തതുകൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോതമംഗലം, മൂവാറ്റുപുഴ ഭാഗങ്ങളിലാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളൊക്കെ വെള്ളത്തിലാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കുന്നത്തുനാട് താലൂക്കിലും ഈ വെള്ളം കയറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 താലൂക്കുകളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. വ്യാപകമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. നിലവിലെ കണക്കനുസരിച്ച് ഈ 3 താലൂക്കുകളിലായി 8 ക്യാമ്പുകളാണ്. 8 ക്യാമ്പുകളിലായി 36 കുടുംബങ്ങളിൽ 110 പേർ ഈ കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ താലൂക്കുകളിലെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒപ്പം ഈ ഡാമുകളുടെ നില പറയുകയാണെങ്കിൽ എറണാകുളത്ത് 2 പ്രധാനപ്പെട്ട ഡാമുകൾ, ചെറുതും വലുതുമായ 2 ഡാമുണ്ട്. അതിലൊന്ന് ഇടമലയാർ ഡാമാണ്. ഇടമലയാർ ഡാമിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 1.9 മീറ്ററാണ് ജലനിരപ്പ് ഉയർന്നത്. കഴിഞ്ഞ ദിവസത്തെ കണക്കനുസരിച്ച് 148.96 മീറ്ററിൽ അവിടെ ഇപ്പോൾ വെള്ളമുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം 169 ഇതിൻ്റെ പരമാവധി സംഭരണ ശേഷി. 162 മീറ്ററെങ്കിലും ആയെങ്കിൽ മാത്രമേ ഡാം തുറന്നു വിടേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഒപ്പം ഈ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഭൂതത്താൻകെട്ട് ഡാമിലെ 14 ഷട്ടറുകളും കഴിഞ്ഞ 2 ദിവസമായി തുറന്നു വച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വലിയ വെള്ളം ഒഴുകി വരുമ്പോൾ പെരിയാറിലൊക്കെ ജലനിരപ്പ് ഉയരുകയും ചെയ്തിരുന്നു. ആലുവ, മണപ്പുറം, ശിവക്ഷേത്രമൊക്കെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പക്ഷേ ഇന്നലെയൊക്കെ മഴ മാറി നിന്നുകൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ട് വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ജില്ലയിലില്ല എന്ന് തന്നെ പറയാം. മറ്റൊരു പ്രശ്നമുണ്ടായത് വ്യാപകമായ കൃഷിനാശം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കനുസരിച്ച് 70.21 ഹെക്ടറിൽ കൃഷി നശിച്ചു. അതിൽ വാഴക്കൃഷിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത്. 20 ഹെക്ടറിലധികം വാഴക്കൃഷി നശിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ 3 താലൂക്കുകളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുമുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പരാതി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മൂവാറ്റുപുഴയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത്. അവിടെ ഈ ഇതര സംസ്ഥാനക്കാരടക്കം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവർക്ക് ആവശ്യത്തിന് കിടക്കാനുള്ള ഈ വിരി അടക്കം, ബെഡ്ഷീറ്റ് അടക്കം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള പരാതികൾ ഉയർന്നിരുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമവും നടക്കുന്നുമുണ്ട്. ഏതായാലും വലിയ ആശങ്കയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡാമുകളൊക്കെ നിലവിൽ സുരക്ഷിതമാണ്. മനു, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ മഴ ചെറുതായിട്ട് ചാറുന്ന സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അങ്ങനെ ഇടവിട്ട് ശക്തമായി മഴ തുടരുകയാണ് എറണാകുളത്ത്. തീർച്ചയായും ഇവിടെ ഈ പറയുന്നതുപോലെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ എറണാകുളത്തെക്കുറിച്ച് പറയുമ്പോൾ ഉമേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നദികളിലെ ജലനിരപ്പ്, കാരണം ഇടുക്കിയിൽ മഴയുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായും പെരിയാറിലടക്കം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. മൂവാറ്റുപുഴയാറ്, തൊടുപുഴയാറിൻ്റെ ഭാഗങ്ങളൊക്കെ എറണാകുളം ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ടല്ലോ. അപ്പോൾ നദികളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്ന അറിയിപ്പുകൾ എന്തൊക്കെയാണ്? നദീതീരത്തുള്ളവർക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മനു, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ നദിയിലെ ജലനിരപ്പ് അനുസരിച്ച് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല. എവിടെയും മുന്നറിയിപ്പ് നില മറികടന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ മൂവാറ്റുപുഴയാറാണെങ്കിലും പെരിയാറാണെങ്കിലും ഒക്കെ മുന്നറിയിപ്പ് നില കടന്നിട്ടില്ല. സുരക്ഷിതമായ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ജലനിരപ്പ് ഉള്ളത്. പക്ഷേ ഈ മഴ എങ്ങനെയാണ് ഇതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെ ആശ്രയിച്ചിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിശക്തമായ മഴ തുടർച്ചയായി പെയ്തതുകൊണ്ട് തന്നെ
ഈ ഏലൂർ അടക്കമുള്ള പ്രദേശങ്ങൾ, അത് ഈ പെരിയാറിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. അത് തുടർച്ചയായി മഴ ഇങ്ങനെ നിന്നാലാണ് അങ്ങനെ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടാവുക. മഴ പെയ്യുന്നു, പിന്നെ ഏതാനും മണിക്കൂറുകൾ വിട്ടു നിൽക്കുക, അങ്ങനെ വരുമ്പോൾ പ്രശ്നം വരില്ല. പക്ഷേ തുടർച്ചയായി പെയ്താൽ ഇവിടെയൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. നിലവിലെ സാഹചര്യം അനുസരിച്ച് എവിടെയും അപകടനില പിന്നിട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ നദികളിലാണെങ്കിലും ഡാമിലാണെങ്കിലും ആ നിലയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ 2-3 ദിവസം തുടർച്ചയായി മഴ പെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ജില്ലയിലാകെ ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ജനജീവിതത്തെ ആണെങ്കിലും ഈ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു. ഒപ്പം കൃഷി ഒക്കെ ആണെങ്കിലും നശിക്കുന്ന സാഹചര്യമുണ്ടായി. ആ തരത്തിലുള്ള ജനങ്ങളെ മഴ ബാധിച്ചിട്ടുണ്ട്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിട്ടുമില്ല. തീർച്ചയായും. ഉമേഷ്, ഒരു കാര്യം കൂടി, സ്വാഭാവികമായും ഒരൊറ്റ മഴ പെയ്താൽ എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നഗരത്തിലെ വെള്ളക്കെട്ട് കൂടിയാണല്ലോ. നഗരത്തിൽ ഇത്തവണ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ടോ? എന്താണ് അവസ്ഥ? അതുകൂടി വേഗത്തിൽ പറയാം. മനു, താരതമ്യേന കുറവാണെന്ന് പറയാം. പക്ഷേ അതും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. തുടർച്ചയായി 2-3 മണിക്കൂർ പെയ്താൽ എറണാകുളത്ത് വെള്ളക്കെട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് KSRTC ബസ് സ്റ്റാൻഡും MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷൻ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയൊക്കെ വളരെ വിജയകരമായി നടപ്പാക്കിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണഫലം ഇപ്പോഴും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം കൃത്യമായി അത് പലയിടത്തും നേരത്തെ തന്നെ വൃത്തിയാക്കിയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകാറില്ല. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം പാളുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ അപ്രതീക്ഷിതമായി വലിയ തരത്തിൽ വെള്ളം ഉയരുന്നതൊക്കെ ഈ പോരായ്മ കൊണ്ട് തന്നെയാണ്. പലയിടത്തും മഴ പെയ്ത് 2-3 ദിവസം കഴിഞ്ഞൊക്കെയാണ് ഈ ശുചീകരണ ജോലികളിലേക്കൊക്കെ കടന്നത്. അതിൻ്റേതായ പ്രശ്നം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പകൽ സമയങ്ങളിലൊക്കെ മഴ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കയറിയ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഒരു വെള്ളക്കെട്ടിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. മഴ ശക്തമായി തുടർന്നാൽ ഉറപ്പായും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്.